ഈ മാസം എവിടെയെങ്കിലും യാത്ര പോകണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഹീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് കൊല്ലൂർ മൂകാംബികയൊക്കെ പോവാം, അമ്മേനെ കാണാൻ പോവാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വന്നെത്തിയത് തലക്കാവേലിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിസർഗ ഹോം സ്റ്റേ എന്നാണ് പേര് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ. ഇവിടെ ഒരു നിങ്ങൾക്ക് കാണാം ഈ മുകളിലേക്ക് എത്തുമ്പോൾ, തലക്കാവേലിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ഹണി ഒക്കെ വെക്കുന്ന സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല, രാവിലെ തന്നെയാണ്, ഓപ്പൺ ആയിട്ടില്ല. ഇതിൻ്റെ മുകളിൽ ആണ് 4 മുറികളുള്ളത്. പിന്നെ ഇതിന് താഴെയിലായിട്ട് അദ്ദേഹത്തിൻ്റെ വീടും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ഗേറ്റ് ഇവിടെ ഉണ്ട്. ഇത് മുകളിലാണ് മുറികൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. കാരണം കൊല്ലൂർ മൂകാംബികയിൽ മുറികൾ കിട്ടാനില്ല, ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ പ്ലാൻ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഇവിടെ അപ്പോൾ റൂം നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ഇതിനു മുമ്പ് വന്ന് പരിചയമുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ രാത്രിയായപ്പോൾ എത്തി. ഒരു 8 മണി ഒക്കെ ആയപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾ കാഞ്ഞങ്ങാട് വഴിയാണ് വന്നത്. കാഞ്ഞങ്ങാട് നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വീടും കൂടിയാണ്. ഇതിൻ്റെ താഴെയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വിത്തൽ എന്നാണുള്ള പേര്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പറ്റും. അവിടെ തേനുണ്ടാക്കുന്ന തേനീച്ചകളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ അവിടെ കാണാൻ പറ്റും. നല്ലൊരു ഗാർഡനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത്. ഇതിൻ്റെ അടിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, ബിൽഡിങ്ങിൻ്റെ അടിയിൽ. പുള്ളി വളരെ നല്ലൊരു വ്യക്തിയും കൂടിയാണ്. ഇതിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സീനറിയാണ്. ഇവിടെ ഏകദേശം ഒരു 7:15 പക്ഷേ ഇത് നല്ല സണ്ണുള്ള ദിവസമാണ്. മഴക്കാല കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴയൊക്കെയാണ് സാധാരണ പതിവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ റൂമെല്ലാം ഉള്ളത്. അത് പ്രൈവസി ഉള്ള സ്ഥലമാണ്. ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ല. അപ്പോൾ ആകെ 4 റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആണ്. 2 വലിയ കട്ടിലുള്ള റൂമാണ്. 4 ആൾക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ ബാത്റൂം ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ കാട്ടിനകത്ത് ഇതുപോലുള്ളൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സൗകര്യമാണ്. വേറെ ഹോട്ടൽസോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ തലക്കാവേലിയുടെ തൊട്ടടുത്താണ് ഉള്ളത്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. മൂകാംബികയ്ക്ക് പോകാനുള്ള പ്ലാൻ നടന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. കാരണം അവിടെ തിരക്ക് കാരണം ഞങ്ങൾ പ്ലാൻ മാറ്റിയതാണ്, ഓൺ ദ വേ പ്ലാൻ മാറ്റിയതാണ്. കണ്ണൂരിലെത്തി. കണ്ണൂരിൽ ബ്രദറിൻ്റെ മകളുണ്ട്, അവിടെ നിന്ന് പിക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കൊല്ലൂർക്ക് പോകാനായിരുന്നു ഞങ്ങൾ പ്ലാൻ. പക്ഷേ റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തലക്കാവേലിലേക്ക് വന്നു. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ അവരെല്ലാവരും ഒന്ന് കുളിപ്പിക്കാം, കാരണം അവരുടെയൊക്കെ തലവര ഒന്ന് മാറട്ടെ എന്ന് പ്ലാൻ ചെയ്തു. ഇതൊരു വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസ് ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളുടെ വിത്തലിൻ്റെ ഹോം സ്റ്റേയിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ ആഴ്ച ഒരു ക്ലയൻറ്റ് അമ്മയും മോനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെഷൻ ചെയ്തിട്ട് അവർക്ക് കുറച്ച് കർമ്മദോഷങ്ങളുണ്ടായിരുന്നു. കർമ്മദോഷങ്ങൾ മാറാനും തലവര മാറാനുമായിട്ട് ഇങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തു. പൈസയിലാണെങ്കിൽ വാടകയിലാണെങ്കിൽ പോലും നല്ല ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാറിന് ഇവിടുന്ന് 2 കിലോമീറ്ററാണ് മുകളിലേക്ക്, നമുക്ക് കുളിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് 2 കിലോമീറ്ററാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പുള്ളി തന്നെ കൊണ്ടുപോയി അവിടെ അവരെല്ലാവരെയും സ്നാനം ചെയ്യിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന്. അപ്പോൾ അതുപോലെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിലൂടെ പരിചയപ്പെട്ട ഒരാളാണ് പുള്ളിക്ക്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടെ പുള്ളിക്കാരൻ അത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തു തരും.
നല്ലൊരു മനുഷ്യനാണ്. ഇവരുടെ ഫാമിലിയായിട്ട് അദ്ദേഹം ഇവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ ഒരു അമ്പലത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കുളിക്കാനായിട്ട് മുകളിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെ 8 മണിക്കാണ് അവിടെ ഓപ്പൺ ആവണത്. അമ്പലം നേരത്തെ തുറക്കും, പക്ഷേ അവിടുത്തെ പൂജകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 8 മണിയോട് കൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ വേഗം പോരാൻ പറ്റും. പിന്നെ ഇവിടെ അത്യാവശ്യം രാത്രി നല്ല തണുപ്പായിരുന്നു. ഇപ്പം അത്രയില്ല, ഇപ്പോൾ സൺ വന്നിട്ടുണ്ട്, അത് കാരണം തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പ് സമയത്ത് കുളിക്കാനൊക്കെ അവിടെ ഇത്തിരി തണുപ്പാണ്, ബുദ്ധിമുട്ടാണ്. തണുത്ത വെള്ളമായിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് യൂസ് അല്ലാത്ത ആൾക്കാർക്ക് തോന്നും. എന്നിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾ കുളിക്കാൻ ശ്രമിക്കണം. കുളിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു അത്ഭുതകരമായൊരു കാര്യമാണ്. നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുക, ശ്രമിക്കുക തലക്കാവേലിൽ വന്നിട്ട് കുളിക്കാനായിട്ട്. എനിക്ക് എൻ്റെ അനുഭവമാണ്. ഞാൻ തലക്കാവേലിൽ വന്ന് കുളിച്ചതിന് ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇത്രയധികം ആളുകൾ എൻ്റെ അടുത്തേക്ക് വരികയും ഹീലിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കൂടി ഇവിടെ നിന്ന് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ അതിൻ്റെ ഓണർ വിത്തലായിട്ട് നമുക്ക് ഒരു ചെറിയ വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.